SKTU കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിക്ക് സമീപം പ്രതിരോധ സംഗമം തീർത്തു. പൊതുജനാരോഗ്യ മേഖല തകർക്കൽ രാഷ്ട്രീയത്തിനെതിരെ നടന്ന സംഗമം CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന് മാതൃകയാക്കി ലോകത്തിന്റെ അഭിമാനമാക്കി ഉയർത്തിക്കണ്ടുവന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയ ഇടപെടലെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെ മാറ്റാം? നിങ്ങൾ ഭരിക്കുന്ന സമയത്തുള്ള പോലെയാണ് ഇപ്പൊ കേരളത്തിലെ ആരോഗ്യ മേഖലയുള്ളത്. നമ്മുടെ ജില്ലാ ആശുപത്രികളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയാ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മുമ്പൊക്കെ സർക്കാർ ആശുപത്രിയിൽ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ നേരെ ഒരു ചീട്ടെഴുതി തരും. ഇന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയിക്കോ. അതായിരുന്നില്ല അനുഭവം. UDF ഭരിക്കുന്ന സമയത്ത് ചീട്ടല്ലാതെ വേറെ എന്തെങ്കിലും കിട്ടും. ആശുപത്രി പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ചീട്ട് കിട്ടും അല്ലേ? ഇപ്പൊ എന്താ പറയുന്നത്? ഇന്ന് ആശുപത്രിയിൽ സ്റ്റഡ് കിട്ടാനില്ല. ഏത് ശസ്ത്രക്രിയക്ക് വേണ്ടി സ്റ്റഡ് കിട്ടാനില്ല. മുമ്പോ പാരസെറ്റമോൾ ഇല്ല. ഓർക്കണം, പാരസെറ്റമോൾ എന്ന് പറയാൻ ആകെ 2-3 റുപ്യന്റെ മരുന്നാ. ആ പാരസെറ്റമോൾ ഇല്ല എന്നുള്ളതായിരുന്നു അന്ന് വാർത്ത. ഇന്നോ സ്റ്റഡ് കിട്ടാനില്ല. ലക്ഷക്കണക്കിന് റുപ്യ വിലയുള്ള സാധനത്തിന്റെ പേരാ ഞാൻ ഈ പറയുന്നേ. സ്റ്റഡ് കിട്ടാനില്ല. അതുകൊണ്ട് ശസ്ത്രക്രിയ നടത്താനില്ല, കഴിയുന്നില്ല. അതാ വാർത്ത. UDF ഭരണകാലത്ത് ആരോഗ്യരംഗം അത്യാസന്ന നിലയിലായിരുന്നുവെന്ന് KK രാഗേഷ് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് വകുപ്പ് മന്ത്രിയെപ്പോലും ജനങ്ങൾ അറിയാതിരുന്നത്. ഇന്ന് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് സ്ഥിതി മറിച്ചാണ്. അതിനൂതന ചികിത്സ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു. UDF ഭരണകാലത്ത് പാരസെറ്റമോൾ കിട്ടാതിരുന്നിടത്ത് ഇന്ന് ലക്ഷങ്ങൾ വിലയുള്ള ശസ്ത്രക്രിയ വരെ നടത്താനാവുന്നുണ്ടെന്നും KK രാഗേഷ് പറഞ്ഞു. കുറ്റപ്പെടുത്തുന്നവർ ഇതെല്ലാം കണ്ടും അറിഞ്ഞു വേണം പരാജയമെന്ന വാക്ക് പറയാനെന്നും ആരോഗ്യ ബജറ്റിൽ പോലും വർധനവാണ് ഉണ്ടായിട്ടുള്ളതെന്നും KK രാഗേഷ് പറഞ്ഞു. UDFന്റെ റീൽസ് MLAയും റീൽ MP യുമാണ് ഇത്തരം പരാമർശങ്ങൾക്ക് പിറകിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും മെഡിക്കൽ കോളേജ് അപകടം ദൗർഭാഗ്യകരമായിരുന്നെന്ന് KK രാഗേഷ് പറഞ്ഞു. സിറ്റി ന്യൂസ്, കണ്ണൂർ.